നിങ്ങൾ ആനയൂട്ട് കണ്ടിട്ടുണ്ടോ? എന്നാൽ നമ്മൾ ഇന്നൊരു ആനയൂട്ടിന് പോവാണ്. വേറെ എവിടെയല്ല, ഒറ്റപ്പാലത്തെ പാലപ്പുറത്തുള്ള ചെനക്കത്തൂർ അമ്പലത്തിലെ ആനയൂട്ടാണെന്ന്. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് ആനയൂട്ട്? കർക്കിടക മാസത്തിലെ ആനകളുടെ സുഖചികിത്സയുടെ ഭാഗമായി നടത്തിവരുന്ന ഒന്നാണ് ആനയൂട്ട്. പൈനാപ്പിൾ, തണ്ണിമത്തൻ, കരിമ്പ് അങ്ങനെയുള്ള പഴങ്ങളും പിന്നെ പച്ചമരുന്ന് ചേർത്ത ചോറ് ഉരുളയാണ് ആനകൾക്ക് ആനയൂട്ടിനായി നൽകുന്നത്. അതിരാവിലെ ഗണപതി ഹോമം കഴിഞ്ഞാൽ പിന്നെ ആനകളുടെ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ഗജപൂജയായി. പിന്നെ ആനകൾക്ക് പ്രസാദം നൽകും. അങ്ങനെയാണ് ആനയൂട്ട് ആരംഭിക്കുന്നത്. ഇനി ഇവിടുത്തെ ആനയൂട്ടത്തിന്റെ വിശേഷങ്ങൾ പറയാം. നമ്മളൊരു തണ്ണിമത്തൻ നൈസായിട്ട് വായിൽ വെച്ച് കൊടുക്കാൻ നോക്കിയതാ. അപ്പൊ മിനിമോട് പറഞ്ഞു വായിലൊന്നും വെച്ച് തരണ്ട, കയ്യിൽ തന്നാൽ മതി. അങ്ങനെ മിനിമോൾക്ക് തണ്ണിമത്തനും കൊടുത്ത് നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോയി. തടത്താവിള ശിവനാന വന്നിട്ടുണ്ടായിരുന്നു, പുതുവട്ടൂർ ഗണേശനാന വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഗോവിന്ദൻകുട്ടി ആന വന്നിട്ടുണ്ടായിരുന്നു, ഉമ്മ ആന വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും കണ്ടു. പിന്നെ മഴ തുടങ്ങി. അങ്ങനെ ഊട്ട് കഴിഞ്ഞപ്പോൾ ഭഗവതിയെ തൊഴുതു വണങ്ങാനായി ഓരോരുത്തരായി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഓരോരുത്തരായി തൊഴുതു വണങ്ങാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ കുറുവട്ടൂർ ഗണേശനാന. എന്താ ചേക്കൻ്റെ ലുക്ക് ഇല്ലേ? പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് മിനിമോളെ കാണാൻ പോയി. പിന്നെ മിനിമോളുടെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചപ്പോഴേക്കും മഴ തുടങ്ങി. മഴ വന്നപ്പോൾ ആള് ഹാപ്പിയായി, പക്ഷെ നമ്മളത്ര ഹാപ്പി ആയിരുന്നില്ല. ഈ മഴ പെയ്യണ പറമ്പിലാണ് നീ കുംഭമാസത്തിലെ മകന്നാളിൽ പൂരം നടക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്രേ ഉള്ളൂ. ഓക്കെ, ബായ്.